ഇന്നത്തെ റെസിപ്പി വൈറ്റ് ഹൽവയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതേ അളവിൽ പഞ്ചസാര എടുക്കുക. തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുള്ള പാലാണ്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനുള്ളത്. കൈ എടുക്കാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഹൽവ ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൈ എടുക്കാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ച് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കയും കൂടി മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നാലും ടേസ്റ്റാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉരുളിയിൽ നിന്നും വിട്ട് വരുന്നതാണ് ഹൽവയുടെ പരുവം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ ഹൽവ തയ്യാറായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറോളം ആയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയായിരിക്കും ഈ ഹൽവയ്ക്ക്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഹൽവയുടെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഹൽവ ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഹൽവ സെറ്റാവാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോളം മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഹൽവ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. നമുക്കൊന്ന് മുറിച്ചെടുക്കാം. പതിയെ മുറിച്ചെടുക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. നല്ല സെറ്റായിട്ടുണ്ട്.
നല്ല സോഫ്റ്റ് ഹൽവയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.